ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കഥ നമ്മൾ ഒന്നുകൂടി വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ പബ്ലിക് ടോയ്ലറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി ടേൺഡ് ഔട്ട് ടു ബി എ യൂസ്ഫുൾ ആൻഡ് വാല്യുബിൾ ലൊക്കേഷൻ ഫോർ ദ നറേറ്റർ. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ് ഇതിലെ എം ലോപ്പെ തൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പബ്ലിക് ടോയ്ലറ്റ് വളരെ ഉപകാരമുള്ള ഒരു സ്ഥലമായി മാറിയത്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറാനുള്ള കാരണം എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ദ പബ്ലിക് ടോയ്ലറ്റ് ബിക്കേം എ യൂസ്ഫുൾ ആൻഡ് വാല്യുബിൾ ലൊക്കേഷൻ ഫോർ ദ നറേറ്റർ ബിക്കോസ് ഇറ്റ് ഓഫേർഡ് ഹർ പ്രൈവറ്റ് സ്പേസ്. അപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥലം അവർക്ക് ഇതിലൂടെ ലഭിക്കുകയാണ്. വെയർ ഷി കുഡ് റീഡ് ആൻഡ് റൈറ്റ് വിതൗട്ട് ഡിസ്റ്റർബൻസ്. മറ്റാരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായി ഇരുന്ന് വായിക്കാനും എഴുതാനും കഴിയുന്ന ഒരു സ്പേസായി ഈ ഒരു പബ്ലിക് ടോയ്ലറ്റ് മാറുകയാണ്. ദ സ്മോൾ കൺഫൈൻഡ് സ്പേസ് ഗേവ് ഹെർ എ സെൻസ് ഓഫ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ കയറിയിരിക്കുമ്പോൾ ഇതൊരു ഇടുങ്ങിയ സ്ഥലമാണെങ്കിലും അവിടെ നല്ലൊരു സ്വാതന്ത്ര്യം, അതുപോലെ സുരക്ഷ, അതുപോലെ പ്രൈവസിയൊക്കെ അവർക്ക് ലഭിക്കുന്നതായിട്ട് തോന്നി. അലോവിങ് ഹർ ടു എസ്കേപ്പ് ഫ്രം ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ഹർ ലൈഫ് ആൻഡ് ഇൻഡൽജ് ഇൻ ഹർ പാഷൻ ഫോർ റൈറ്റിംഗ്. അപ്പോൾ തനിക്ക് ജീവിതത്തിലെ മറ്റ് വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ മറക്കാനും തൻ്റേതായ ഒരു സ്ഥലമായി ഈ ടോയ്ലറ്റ്സിനെ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ ഈ എഴുതാനുള്ള തൻ്റെ താല്പര്യം അത് വളർത്തിയെടുക്കാനുള്ള ഒരു സ്ഥലമായി ഈ ടോയ്ലറ്റ് മാറുകയാണ്. ഇറ്റ് വാസ് ഇൻ ദിസ് ടോയ്ലറ്റ് ദാറ്റ് ഷി ഫൗണ്ട് ദ ഇൻസ്പിറേഷൻ ആൻഡ് സോളിറ്റ്യൂഡ്സ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് അഗെയിൻ. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കവിതയൊക്കെ എഴുതുന്ന ആ ഒരു ശീലം വീണ്ടും പൊടി തട്ടിയെടുക്കാൻ ഈ ഒരു ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ അവർക്ക് സാധിച്ചു. അപ്പോൾ അത് നല്ലൊരു പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത നൽകുന്ന, സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയാണ്. റീകിൻഡ്ലിങ് ഹർ ഡ്രീം ഓഫ് ബിക്കമിങ് എ റൈറ്റർ. അപ്പോൾ തൻ്റെ സ്വപ്നമായ ഒരു എഴുത്തുകാരിയാവുക എന്നുള്ള സ്വപ്നം വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിൽ വരികയാണ്. അതിന് പറ്റുന്ന ഒരു സ്ഥലമായി ഈ ടോയ്ലറ്റ് മാറുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ നറേറ്റർ ഡിഡ് നോട്ട് ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം ഹർ ഫാമിലി ഇൻ ബിക്കമിങ് എ റൈറ്റർ. ഈസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് റിയലി നെസസറി ടു അക്കംപ്ലിഷ് വൺസ് ഡ്രീം? ഡിസ്കസ്. അപ്പോൾ ഇവിടെ നമ്മുടെ നറേറ്ററായ എം ലോപ്പെ അവർക്ക് തൻ്റെ കുടുംബത്തിൽ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ലഭിക്കുന്നില്ല. അവരുടെ ആഗ്രഹം ഇവർ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ അല്ലെങ്കിൽ ടീച്ചറോ ഒക്കെ ആകണമെന്നാണ് വീട്ടുകാരുടെ ആഗ്രഹം. പക്ഷേ അവർക്ക് ഒരു ആക്ടർ ആവണം എന്ന് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടായി. പിന്നെ എഴുത്തുകാരി ആവണമെന്നുള്ളതാണ് പിന്നീട് വന്ന ആഗ്രഹം. അപ്പോൾ വീട്ടിൽ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഇവർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് ലഭിക്കേണ്ടത് അത്യാവശ്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. While support and encouragement from family can significantly ease the journey towards accomplishing one's dream. ഒരാൾ തൻ്റെ ഭാവി സ്വപ്നം അതിലേക്ക് ഒരാൾക്ക് പോകാൻ ഒരു നല്ല സഹായമാണ് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര, നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകുന്നു. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറി. പക്ഷേ എല്ലായ്പ്പോഴും അത് ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുപോലെ അത് അത്യന്താപേക്ഷിതം അല്ലതാണ്. The narrator in this story demonstrate that determination, resilience and self-motivation. അപ്പോൾ സ്വന്തം ഉണ്ടായ ആ ഒരു പ്രചോദനം, അതുപോലെ ഉറച്ച തീരുമാനം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി, ഇതൊക്കെയാണ് ഇവിടെ ഒരു റൈറ്റർ ആവാൻ എം ലോപ്പയെ സഹായിച്ചത്. പക്ഷേ വീട്ടിൽ നിന്ന് സപ്പോർട്ടൊന്നും ലഭിച്ചില്ല എങ്കിൽ കൂടി. Also lead to fulfillment of dreams. Despite lacking support from her family, she found ways to pursue her passion for writing. അപ്പോൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ലഭിച്ചില്ലെങ്കിലും ആ എഴുതാനുള്ള ആ ഒരു പാഷൻ, ഒരു എഴുത്തുകാരിയാവാനുള്ള അവരുടെ ആ ഒരു തീവ്രമായ ആഗ്രഹം, അത് ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു വലിയ എഴുത്തുകാരിയാവാൻ സാധിച്ചു എന്നാണ്.
indicating that internal drive and resourcefulness can compensate for the absence of external encouragement. അപ്പോൾ പുറമേ നിന്നുള്ള ഒരു പ്രചോദനം ഇല്ലെങ്കിൽ കൂടി ഉള്ളിൽ നമുക്ക് മനസ്സിൽ അത്തരത്തിലുള്ള ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ അത് അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ആയിത്തീരാൻ കഴിയും എന്ന് തന്നെയാണ് എം ലോപ്പയുടെ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ബിറ്റർ എക്സ്പീരിയൻസസ് ഇൻ ലൈഫ് മൗൾട്ടഡ് എം ലോപ്പെ ദ റൈറ്റർ. ഡു യു എഗ്രി? സ്റ്റേറ്റ് യുവർ റീസൺസ്. അപ്പോൾ ജീവിതത്തിലെ കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെയാണ് അവരുടെ ജീവിതത്തെ മെനഞ്ഞെടുത്തത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ കാരണങ്ങൾ? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഈ രീതിയിൽ എഴുതാം. യെസ്, ഐ എഗ്രി ദാറ്റ് ബിറ്റർ എക്സ്പീരിയൻസ് ഇൻ ലൈഫ് മൗൾഡഡ് എം ലോപ്പെ ദ റൈറ്റർ. The struggles she faced, such as being locked in her sister's room, feeling lonely and working in a challenging environment, all contribute to her development as a writer. അപ്പോൾ ഒരു എഴുത്തുകാരിയാവുക എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉടമസ്ഥർ അറിയാതെ രഹസ്യമായി തൻ്റെ സിസ്റ്ററായ ഐറിൻ്റെ കൂടെ ഒരു റൂമിൽ കഴിയുക, അതുപോലെ ഒരു സപ്പോർട്ടും ലഭിക്കാത്ത ഒരു അന്തരീക്ഷത്തിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് സാഹസികതകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവരെ ഒരു എഴുത്തുകാരിയാവാൻ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ് ചെയ്തത്. ദിസ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ഹെർ വിത്ത് എ വെൽത്ത് ഓഫ് ഇമോഷൻസ് ആൻഡ് സെനാരിയോസ് ടു ഡ്രോ ഫ്രം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ മുന്നേറുകയാണ് ചെയ്തത്. എൻറിച്ചിങ് ഹെർ റൈറ്റിംഗ്, ഹെർ റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി ഓൾസോ സ്ട്രെങ്തൻ ഹെർ റിസോൾവ് ടു റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർക്ക് പ്രചോദനമായി മാറി. ആൻഡ് ഹെർ ടൈം ഇൻ ദ ടോയ്ലറ്റ് അലൗഡ് ഹെർ ടു പ്രോസസ് ഹെർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പ്രസ് ദം ക്രിയേറ്റീവ്ലി. അതുപോലെ വളരെ ക്രിയേറ്റീവായിട്ട് കവിതകളും കഥകളും എഴുതാനും ആലോചിക്കാനും തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പകൽക്കിനാവ് കാണാനും ഒക്കെയുള്ള ഒരു സ്ഥലമായി ഈ ഒരു ടോയ്ലറ്റ് മാറുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. ദ നറേറ്റർ വാസ് ഓൾവേസ് എക്സൈറ്റഡ് ടു ഗോ ടു ദ പാർക്ക് ആൻഡ് ഓക്യുപ്പൈ ദ ടോയ്ലറ്റ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ പറയുന്നുണ്ട്. എപ്പോഴും ഈ പാർക്കിൽ പോകാനും അതുപോലെ ഈ പബ്ലിക് ടോയ്ലറ്റ് അവിടെ ഇരിക്കുവാനും ഒക്കെയുള്ള ഒരു താല്പര്യം അവർ കാണിച്ചു. ഇത് ശരിയാണോ? യെസ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഈ രീതിയിൽ എഴുതാം. ദ നറേറ്റർ വാസ് എക്സൈറ്റഡ് ടു ഗോ ടു ദ പാർക്ക് ആൻഡ് ഓക്യുപ്പൈ ദ ടോയ്ലറ്റ് ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റഡ് എ സാങ്ച്വറി വെയർ ഷീ കുഡ് ബി അലോൺ വിത്ത് ഹെർ തോട്ട്സ് ആൻഡ് എൻഗേജിങ് ഇൻ ഹെർ പാഷൻ ഫോർ റൈറ്റിംഗ്. അത് ശരിയാണ്. കാരണം ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ഒറ്റയ്ക്കിരിക്കാനും അതുപോലെ തൻ്റെതായ ചിന്തകളിൽ മുഴുകാനും തൻ്റെ ആഗ്രഹമനുസരിച്ച് ഒരു കഥ എഴുതാനോ കവിത എഴുതാനോ ഒക്കെ ആരുടെയും ശല്യമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ടോയ്ലറ്റ്. ദിസ് റുട്ടീൻ പ്രൊവൈഡഡ് ഹെർ വിത്ത് എ സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് എസ്കേപ്പ് ഫ്രം ഹെർ മൊനോട്ടണസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഡെയിലി ലൈഫ്. അപ്പോൾ എല്ലാ ദിവസവുമുള്ള ആവർത്തന വിരസത ഉണ്ടാക്കുന്ന തൻ്റെ ജീവിതശൈലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു താൽക്കാലിക സങ്കേതമാണ് ഈ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ദ ടോയ്ലറ്റ് ബിക്കേം എ സിംബൽ ഓഫ് ഹെർ ക്രിയേറ്റീവ് ഫ്രീഡം, എ പ്ലേസ് വെയർ ഷീ കുഡ് ഡ്രീം, റിഫ്ലക്റ്റ് ആൻഡ് റൈറ്റ് വിതൗട്ട് ഫിയർ ഓഫ് ഇൻറ്ററപ്ഷൻ ഓർ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ആളുകൾ തന്നെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ഇതിന് തടസ്സമാവാനും ഒക്കെ സാധ്യതയുണ്ട് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ. പക്ഷേ ഇവിടെയാവുമ്പോൾ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ തനിക്ക് തടസ്സമുണ്ടാക്കുവാനോ ആരുമില്ല. ഇവിടെയുള്ള ഏകാന്തത നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ നറേറ്റർ അഡാപ്റ്റ് ടു ദ ഫാക്ട് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് ഹേഴ്സ്. അപ്പോൾ അഡാപ്റ്റ് എന്ന് വെച്ചാൽ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക. അപ്പോൾ ഇത് ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പേസ് ആണ്. ഇത് തൻ്റേതായ ഒരു സ്ഥലമല്ല, അല്ലെ തൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു സ്ഥലമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഈ കഥയുടെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? The narrator adapted to the fact that the toilet was not hers by accepting the situation. അപ്പോൾ സാഹചര്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ടോയ്ലറ്റ് ഒരു ദിവസം ചെന്നപ്പോൾ അത് ലോക്കായി ഇരിക്കുന്നത് കാണുകയും അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് തൻ്റെ ഒരു സ്ഥലമാവാൻ പറ്റുന്ന സ്ഥലമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള പാർക്കിലുള്ള ഒരു ബെഞ്ചിലേക്ക് അവർ മാറുകയാണ്. The narrator adapted to the fact that the toilet was not hers by accepting the situation and finding alternative ways. മറ്റു വഴികൾ കണ്ടുപിടിക്കുകയാണ്. ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു വഴി, അതിന് പകരമായിട്ടുള്ള വേറൊരു വഴി കണ്ടുപിടിക്കുകയാണ്. To continue her writing.
വെൻ ഷീ ഡിസ്കവേർഡ് ദ ടോയ്ലറ്റ് വാസ് ലോക്ക്ഡ് വൺ മോർണിംഗ് ഷീ ഫെൽറ്റ് എ സെൻസ് ഓഫ് ലോസ്. അപ്പോൾ ഈ ടോയ്ലറ്റ് ലോക്ക് ചെയ്ത് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം ആദ്യം തോന്നിയെങ്കിലും ബട്ട് ക്വിക്ക്ലി അഡ്ജസ്റ്റഡ് ബൈ മൂവിങ് ടു നിയർ ബൈ ബെഞ്ച്. പക്ഷേ അവർ അതുമായിട്ട് പൊരുത്തപ്പെടുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഒരു ബെഞ്ചിലേക്ക് തൻ്റെ ഈ എഴുതുന്ന കാര്യങ്ങളൊക്കെ മാറ്റുകയും ചെയ്തു. There, she continued to write, showing her resilience and determination to keep pursuing her passion despite the changing circumstances. മാറിയ സാഹചര്യത്തിലും തൻ്റെ ആ ഒരു എഴുത്തുകാരിയാവണമെന്നുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോവുകയാണ്. ദിസ് അഡാപ്റ്റബിലിറ്റി ഹൈലൈറ്റ്സ് ഹർ റിസോഴ്സ്ഫുൾനെസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ഹർ ഡ്രീം ഓഫ് ബിക്കമിങ് എ റൈറ്റർ. അപ്പോൾ ഒരു എഴുത്തുകാരിയാവുക എന്നുള്ള തൻ്റെ സ്വപ്നത്തോടുള്ള അവരുടെ ആത്മാർത്ഥതയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം കൂടി നോക്കാം. റീഡ് ദ സ്റ്റോറി അഗെയിൻ ആൻഡ് ഫിൽ അപ്പ് ദ ബോക്സ് ഗിവൺ. അപ്പോൾ ഈ സ്റ്റോറി വായിച്ചിട്ട് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വേസ് ഓഫ് പാസിംഗ് ലേഷർ ടൈം. അപ്പോൾ നമ്മുടെ ഫ്രീ ടൈം ഏതൊക്കെ രീതിയിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ക്യാരക്ടേഴ്സിനെ കൂടി പറഞ്ഞിട്ടുണ്ട്. മാഡം, ഈ വീടിൻ്റെ ഉടമസ്ഥ, അതുപോലെ ഈ കഥ പറയുന്ന നറേറ്റർ, അതുപോലെ മൈസെൽഫ്, നിങ്ങളുടെ സ്വന്തം കാര്യവും ഇവിടെ എഴുതാം. ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ സമയം ചെലവഴിക്കാറ്, ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് എങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതാണ്. അപ്പം മാഡം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാഡം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ പെയിൻറ്റിങ് ഹെർ നെയിൽസ് എന്ന് വെച്ചാൽ നഖം ഒക്കെ പെയിൻ്റ് അടിക്കുക, അതുപോലെ ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുക, ലൈങ് ഇൻ ദ സൺ ബൈ ദ പൂൾ, അപ്പോൾ എന്താണ് സൂര്യൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പൂളിൽ പോയിട്ട് ഇരിക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാഡം ചെയ്യാറുള്ളത്. നറേറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ റീഡിങ് ബുക്സ്, പുസ്തകങ്ങൾ വായിക്കുക, പഴയ മാഗസിനുകൾ വായിക്കുക, ന്യൂസ് പേപ്പറുകൾ വായിക്കുക, അതുപോലെ തന്നെ പകൽക്കിനാവ് കാണുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, ഡേ ഡ്രീമിങ് ആൻഡ് തിങ്കിങ്, റൈറ്റിംഗ് പോയം, സ്റ്റോറീസ് ആൻഡ് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈൻഡ്, മനസ്സിൽ വരുന്ന കഥയും കവിതയൊക്കെ എഴുതി വെക്കുക, സ്പെൻഡിങ് ടൈം ഇൻ ദ പാർക്കിൽ സമയം ചിലവഴിക്കുക, സിറ്റിംഗ് ഇൻ ദ പബ്ലിക് ടോയ്ലറ്റ് ടു റീഡ് ആൻഡ് റൈറ്റ്, അപ്പോൾ എഴുതാനും വായിക്കാനുമായിട്ട് പബ്ലിക് ടോയ്ലറ്റിനുള്ളിൽ കയറുക. ഇതൊക്കെയാണ് ഫ്രീ ടൈമിൽ നമ്മുടെ നറേറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരു മോഡൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഗെയിമൊക്കെ കളിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ പ്ലേയിങ് വീഡിയോ ഗെയിംസ്, ഐ ലവ് ഡൈവിങ് ഇൻ ടു ഡിഫറെൻറ്റ് വേൾഡ്സ് ആൻഡ് ചാലഞ്ചസ് ഇൻ മൈ ഫേവറേറ്റ് വീഡിയോ ഗെയിംസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് വേ ടു റിലാക്സ് ആൻഡ് ഹാവ് ഫൺ ആഫ്റ്റർ സ്കൂൾ. അപ്പോൾ സ്കൂളിലെ ടൈമിന് ശേഷം എന്താണ് നമുക്ക് എന്തെങ്കിലും ഗെയിമുകളൊക്കെ കളിക്കുന്ന സ്വഭാവം പല ആളുകൾക്കും ഉണ്ടാകുമല്ലോ. അതുപോലെ തന്നെ മറ്റൊരു പാസ് ടൈമാണ് റീഡിങ് ബുക്സ് ഓർ കോമിക്സ്, പുസ്തകങ്ങൾ, കോമിക്സുകളൊക്കെ വായിക്കുക. I enjoy getting lost in good story, whether it's a novel or a comic book. It's exciting to explore new adventures and characters. പുതിയ കഥാപാത്രങ്ങളെയും പുതിയ സാഹസികതകളെക്കുറിച്ചുമൊക്കെ വായിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അതുപോലെ ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്, കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കുക. I like spending time with my friends, whether we are playing sports, watching movies or just chatting about our day. അപ്പോൾ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുന്നത് നല്ലൊരു പാസ് ടൈമാണ്. അവരോട് സംസാരിച്ച് നമുക്ക് സമയം കളയാം. ഇറ്റ്സ് ഓൾവേസ് ഫൺ ടു ബി അറൗണ്ട് പീപ്പിൾ ഹു മേക്ക് മീ ലാഫ് ആൻഡ് ഷെയർ കോമൺ ഇൻട്രസ്റ്റ്. അപ്പോൾ പൊതുവായ താല്പര്യം ഉള്ള ഒരു ഗ്രൂപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ സമയം ചെലവഴിക്കാം. അതുപോലെ ധാരാളം തമാശകളൊക്കെ പറയുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്കും അവരുടെ കൂടെ ഇരുന്ന് തമാശകളൊക്കെ കേൾക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പാസ് ടൈമായിട്ട് പറയാം. നമുക്ക് ഫ്രീ കിട്ടുന്ന സമയം നമ്മൾ ചിലവഴിക്കുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.